ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നേക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡിൻ്റെ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്, ക്യുമിൻ സീഡ്സിലെ അത്, പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പക്ഷേ ഒന്നും കൂടെ ബെറ്റർ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അതൊന്ന് ഒലിവ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡായിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് നേരിതാക്കി അരിഞ്ഞതാണ്. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സ്മോൾ സൈസിലുള്ളൊരു സവാളയാണ്, അതൊന്ന് നേരിതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം ഒന്ന് സോട്ടായി വന്നാൽ മതി, നല്ലപോലെ സോട്ടാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതാണ്, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് മാത്രം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് സോയാ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്, അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം. ഇനി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഉണ്ടല്ലോ, മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ആ ബട്ടർ മെൽറ്റായിട്ട് ആ മൈദയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികമൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഇതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബ്രെഡിലും ഞാനിങ്ങനെ മൊസറല്ല ചീസ് വെച്ചിട്ട് വേറൊരു ബ്രെഡ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഗീ ഉണ്ടല്ലോ, അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫില്ലിങ്ങിൽ നല്ല എരിവുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലീവ്സും കൂടെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കളറുള്ള ഒലീവ്സ് അതും കൂടെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഞാനിത് ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ആ ചീസ് ഒന്ന് മെൽറ്റായി വരെ വേണ്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രെഡ് പിസ്സ എന്നും പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.